ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ വെറും 10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പച്ചരി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലയ്ക്ക തൊലി കളഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 അച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടും തരികളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റവയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തും എള്ളും നല്ല പെർഫെക്റ്റ് ആയി തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാവും. ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല. ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നെയ്യപ്പം കണ്ടാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഓയിൽ ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കാം. ഇത് നെയ്യപ്പത്തിൻ്റെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടുന്നത്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ നെയ്യപ്പം പെർഫെക്റ്റ് ആയി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു നെയ്യപ്പമാണിത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.